ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ പൗർണമി തിഥി, അതുമാത്രമല്ല പൈങ്കുനി ഉത്രം എന്നറിയപ്പെടുന്ന പങ്കുനി ഉത്രം ദിവസം, കൂടാതെ ഏപ്രിൽ മാസം 1-ാം തീയതി. ഈ ഒരു ദിവസത്തിൽ നമുക്ക് എല്ലാ ദേവീദേവന്മാരുടെ അനുഗ്രഹത്തിനു വേണ്ടിയും എങ്ങനെ വ്രതം അനുഷ്ഠിക്കണം, ഏത് മന്ത്രം ജപിക്കണമെന്നെല്ലാം ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക. നാളത്തെ പ്രത്യേകതകളെക്കുറിച്ചെല്ലാം തന്നെ ഞാൻ അതിൽ വ്യക്തമാക്കുന്നുണ്ട്. നാളെ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും, ഇനി പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ് എന്നെല്ലാം പറഞ്ഞ് മാറി നിൽക്കുന്നവരാണെങ്കിലും, രാവിലെ ഉണർന്ന ഉടൻ തന്നെ വെറും 6 പ്രാവശ്യം ഞാനിവിടെ പറയുന്ന ഈ മന്ത്രം ചൊല്ലുക. നമ്മുടെ ഏതൊരു പ്രശ്നങ്ങളാണെങ്കിലും തീർച്ചയായും തീർത്തു തരും സാക്ഷാൽ ശ്രീ മുരുക ഭഗവാൻ. കാരണം മുരുക ഭഗവാനെ പ്രാർത്ഥിക്കും തോറും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ അലിഞ്ഞ് ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ മറ്റ് പലരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയതിനു ശേഷം എൻ്റെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നെല്ലാം നമ്മളോട് പറയുന്നുണ്ട്. ഞാൻ അവരോട് ഒരു കാര്യം പറയാം. നമുക്കൊരു മുറിവുണ്ടായി, നമ്മുടെ കാലിലാണെങ്കിലും അല്ലെങ്കിൽ കൈകളിലാണെങ്കിലും ഒരു മുറിവുണ്ടായി, അത് ഉള്ളിൽ ഇങ്ങനെ ചീഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുറത്ത് നോക്കുമ്പോൾ വേദനയുണ്ട്, പക്ഷെ പുറം കുറച്ച് വാടിയ ഒരു രീതിയിലുണ്ട്. ആ ചീഞ്ഞതെല്ലാം പുറത്തു വന്നെങ്കിൽ മാത്രമേ ആ മുറിവ് പൂർണ്ണമായും ഉണങ്ങുകയുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷെ അത് ചീഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അതിന് പ്രതിവിധിയായിട്ടൊരു മരുന്ന് വെക്കുന്ന സമയത്ത് ആ ചീഞ്ഞതെല്ലാം തന്നെ പുറത്തേക്ക് വരും. എങ്കിൽ മാത്രമേ പരിപൂർണമായും നമ്മുടെ ആ മുറിവ് ഉണങ്ങിപ്പോവുകയുള്ളൂ. അതുതന്നെയാണ് ഇവിടെയും ഞാൻ പറയുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് വീണ്ടും വീണ്ടും കൂടുതലായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, മുരുക ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നന്മകൾ കൊണ്ടുതരുവാൻ തയ്യാറായി നിൽക്കുകയാണ്. അത് സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് നമ്മുടെ കർമ്മഫലങ്ങൾ അനുസരിച്ച് നമ്മുടെ കഷ്ടപ്പാടുകൾ കൂടുന്നതും കുറയുന്നതും. ഈ കർമ്മഫലങ്ങളുടെ കാഠിന്യം കുറയുവാൻ വേണ്ടിയാണ് നമ്മൾ സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വരുന്നത്. അങ്ങനെയാകുമ്പോൾ നാളത്തെ ഈ ഒരു സുദിനത്തിൽ നമ്മൾ രാവിലെ ഉണർന്ന ഉടനെ തന്നെ ഭഗവാന്റെ ഈ തിരുനാമം 6 പ്രാവശ്യം ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവുകയല്ല വേണ്ടത്. മനസ്സുരുകി നമ്മുടെ മനസ്സിൽ മുരുക ഭഗവാനെ കണ്ടുകൊണ്ട്, അതായത് നമ്മുടെ മുൻപിൽ ഭഗവാൻ എങ്ങനെ നിൽക്കുന്നുവോ അതുപോലെ നമ്മൾ കണ്ടുകൊണ്ട്, നമ്മൾ രാവിലെ ഉണർന്നതും കട്ടിലിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും അല്ല താഴെ തറയിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും ഇനി എഴുന്നേറ്റ് നിന്നുകൊണ്ടാണെങ്കിലും നമുക്കിത് ചൊല്ലാവുന്നതാണ്. യാതൊരു വിധത്തിലുള്ള നിഷ്ഠകളും പാലിക്കേണ്ട. കാരണം തിരുനാമം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു മറുപേര് തന്നെയാണ്. ഈ മറുപേര് ജപിക്കുക. നമ്മളിപ്പോൾ പീരിയഡ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് മുരുക എന്ന് വിളിക്കാതിരിക്കുകയോ കൃഷ്ണ എന്ന് വിളിക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മുടെ മനസ്സ് നമ്മളെ മീറി ആ ഒരു തിരുനാമങ്ങൾ, നമുക്ക് ഏത് ദൈവത്തെയാണ് എപ്പോഴും നമ്മൾ വിളിക്കുന്നത്, അവരുടെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മൾ എങ്ങനെ തടസ്സപ്പെടുത്താൻ സാധിക്കും? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് തിരുനാമങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നിരോധനങ്ങളും ഇല്ല. എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. പക്ഷേ ഈ മന്ത്രജപങ്ങളെല്ലാം ജപിക്കുന്ന സമയത്ത്, നമ്മൾ ശുദ്ധമായിരിക്കുന്ന സമയത്ത് ജപിക്കുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ പരിപൂർണമായ ഫലം ലഭിക്കുകയുള്ളൂ. ഇത് എല്ലാവർക്കും അറിഞ്ഞ കാര്യമാണ്. എങ്കിലും ചിലർ ചോദിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയണമെന്ന് കരുതി. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഉണർന്നതും ചൊല്ലേണ്ട ആ ഒരു തിരുനാമം ഏതാണ് എന്ന് കാണാം. ഓം ശ്രീം ശരവണ ഭവ. ഓം ശ്രീം ശരവണ ഭവ. ഓം ശ്രീം ശരവണ ഭവ. ഓം ശ്രീം ശരവണ ഭവ എന്നുള്ള മന്ത്രമാണ് നാളെ 6 പ്രാവശ്യം, കുറഞ്ഞത് 6 തവണയാണ് ഞാനിവിടെ പറയുന്നത്. ഇനി കൂടുതലായിട്ട് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ജപിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ജപിക്കാവുന്നതാണ്. ഈ ഒരു മന്ത്രം ജപിച്ച് നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമുക്ക് നമ്മുടെ ജോലികളിലേക്ക് തിരിയാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നാളെ കഴിവതും നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു നെയ്ദീപം തെളിയിച്ചു വെച്ച് നമ്മൾ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ജപിച്ചു നോക്കുകയാണ് ണെങ്കിൽ നമ്മുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും മാറിക്കിട്ടും. ഇനി അതുമാത്രമല്ല, നാളെ രാവിലെ മുതൽക്ക് രാത്രി ഉറങ്ങുന്നത് വരെ എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ അപ്പോഴെല്ലാം തന്നെ നമ്മൾ ഓം ശരവണ ഭവായ നമഃ എന്നുള്ള മന്ത്രമോ ഓം ശ്രീം ശരവണ ഭവ എന്നുള്ള മന്ത്രമോ നമുക്ക് ജപിച്ചുകൊണ്ടേ ഇരിക്കാവുന്നതാണ്.
തമിഴിൽ ഒരു ചൊല്ലുണ്ട്, കന്തൻ തരുവാർ എതിർക്കാലം എന്നുള്ളത്. നമ്മുടെ ഇനി വരുവാൻ പോകുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ആരാണ് നമുക്ക് കൊണ്ട് തരുവാൻ തയ്യാറായി നിൽക്കുന്നത്? നമ്മുടെ സാക്ഷാൽ ശ്രീ മുരുകപ്പെരുമാൻ തന്നെയാണ്. മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കഷ്ടങ്ങൾ മാഞ്ഞു പോകും, ദുഃഖങ്ങൾ ഇല്ലാതാകും, സങ്കടങ്ങൾ ഇല്ലാതാകും. അതുമാത്രമല്ല, നമുക്ക് എന്താണ് വേണ്ടത്? സമ്പത്ത് വേണോ, ആയുസ് വേണോ, ആരോഗ്യം വേണോ, ഇനി അഥവാ നമുക്കൊരു സന്താനത്തെയാണോ വേണ്ടത്, ഇനി സന്താനങ്ങളുടെ ഉയർച്ചയാണോ വേണ്ടത്, ഇങ്ങനെ എന്തും ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചോദിച്ച് പ്രാർത്ഥിച്ചാലും ഭഗവാൻ നമുക്ക് തന്നനുഗ്രഹിക്കും. അതിലും പ്രധാനമായിട്ടും നാളെ ദേവയാനി അമ്മയുടെ കൂടെ മുരുക ഭഗവാനെ വിവാഹം ചെയ്ത ഒരു ദിവസമാണ്. അതായത് തിരുപ്പരം കുன்றത്തിൽ ദേവയാനി അമ്മയും മുരുക ഭഗവാനും കല്യാണക്കോലത്തിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഭഗവാനോട് മനസ്സുരുകി നൊന്ത് പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വേദനകൾ ഭഗവാൻ കണ്ടില്ലെന്ന് ഒരിക്കലും നടിക്കില്ല. ഒരു പക്ഷേ ഉള്ളുരുകി നമ്മൾ സ്നേഹത്തോടു കൂടി ഭഗവാനെ നാളെ വിളിക്കുമ്പോഴേക്കും നിങ്ങൾ ഏത് കാര്യമാണോ മനസ്സിൽ കരുതിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് അത് നമ്മുടെ കൈകളിലേക്ക് 24 മണിക്കൂറിനകം ഭഗവാൻ എത്തിച്ചു തരും എന്നുള്ളതിലും യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. ഇനി നിങ്ങൾക്ക് മന്ത്രം ജപിക്കാനൊന്നും സമയം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് രാവിലെ ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപേ ഒരു A4 ഷീറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഒരു നോട്ട് പുസ്തകമോ എടുക്കുക. പച്ച നിറത്തിലുള്ള മഷിയോ, നീല നിറത്തിലുള്ള മഷിയോ, ചുവപ്പ് നിറത്തിലുള്ള മഷിയോ, കറുപ്പ് മാത്രം വേണ്ട, ഇതിലേതെങ്കിലും ഒരു പേന എടുത്തുകൊണ്ട് മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഏത് കാര്യമാണോ നിറവേറി കിട്ടണമെന്ന് അതിയായി നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിറവേറി കിട്ടിയതുപോലെ സങ്കല്പിച്ചുകൊണ്ട് ഓം ശ്രീം ശരവണ ഭവ, ഓം ശ്രീം ശരവണ ഭവ എന്നുള്ള മന്ത്രം നമ്മൾ 108 പ്രാവശ്യം എഴുതാവുന്നതാണ്. ഈ എഴുതുന്ന സമയത്ത് ഒരു തവണ പോലും നമ്മുടെ ചിന്ത മാറിപ്പോകരുത്. അതുകൊണ്ട് തന്നെ ഫോണുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം, ആരും നമ്മളെ ശല്യം ചെയ്യരുത്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ അവരെല്ലാം ഉറങ്ങിയതിനു ശേഷം നമുക്കിത് എഴുതാവുന്നതാണ്. നാളെ മുതൽക്ക് 6 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ മന്ത്രം എഴുതി നോക്കൂ. നിങ്ങൾ എന്ത് മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഇത് എഴുതുവാൻ തുടങ്ങിയത് ആ ആഗ്രഹം ഭഗവാൻ നിറവേറ്റി തരുന്നതായിരിക്കും. ഇത് വെറും വാക്കല്ല, ഭഗവാന്റെ വാക്കു തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചോളൂ. കാരണം അത്രയേറെ ഫലം തരുന്ന ഒന്നാണ് ഓം ശ്രീം ശരവണ ഭവ എന്ന് നമ്മൾ എഴുതുന്നതിലൂടെ. ശ്രീം എന്നുള്ളത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായിട്ടും അതുപോലെ തന്നെ മുരുക ഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടിയും നാളെ അതുമാത്രമല്ല ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും മഹാലക്ഷ്മി ദേവിയുടെയും വെങ്കടാചലപതി ഭഗവാന്റെയും ശ്രീരാമ ഭഗവാന്റെയും സീതാദേവിയുടെയും തുടങ്ങി എല്ലാ ദേവീ ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുവാൻ ഉചിതമായ ഒരു ദിനം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നാളെ രാവിലെ ഉണർന്നതും ഈ മന്ത്രം ചൊല്ലൂ, ഉറങ്ങുന്നതിന് മുന്നേ ഈ മന്ത്രം എഴുതൂ എന്ന് ഞാൻ ഇവിടെ എടുത്തെടുത്ത് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ 1000 പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങളെല്ലാം ഒരുമിച്ച് തീർന്നു കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. ഇതുപോലുള്ള ഓരോ സാഹചര്യത്തിലും ഓരോ നല്ല ദിവസങ്ങളിലും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. നല്ല ദിവസങ്ങൾ തന്നെ വേണമെന്നില്ല ഭഗവാനെ പ്രാർത്ഥിക്കുവാനും വഴിപാട് ചെയ്യുവാനും മന്ത്രങ്ങൾ ജപിക്കുവാനും മന്ത്രങ്ങൾ എഴുതുവാനും ഒന്നും. പക്ഷേ ഇതുപോലുള്ള ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതൽ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു ദിനമാണ്. അതുകൊണ്ട് നാളെ തുടങ്ങി നമുക്ക് തുടർച്ചയായിട്ട് എപ്പോൾ വേണമെങ്കിലും എഴുതാം. അതുപോലെ തന്നെ സ്കന്ദഷഷ്ഠി ആ ദിവസങ്ങളിൽ നമുക്ക് ഭഗവാനോട് ഏത് കാര്യങ്ങൾ ചോദിച്ചാലും ഭഗവാൻ തന്നനുഗ്രഹിക്കും. ഇങ്ങനെ പ്രത്യേക ദിവസങ്ങൾ ഒരുപാടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഒരുപാട് വീഡിയോകളിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ദിവസങ്ങളിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണോ ആ കാര്യങ്ങൾ നമ്മൾ ഭഗവാനോട് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 24 മണിക്കൂറിനകം നമുക്ക് ശുഭ വാർത്ത തേടി വരും. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ കൂടുതലായിട്ട് ആലോചിച്ചുകൊണ്ട് മനസ്സുരുകിക്കൊണ്ട് ഭഗവാനെ എനിക്കിത് നിറവേറി കിട്ടില്ലേ, ഞാൻ ഒരുപാട് കാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്നെ എന്തിനാണ് ഇങ്ങനെ കണ്ണീര് അണിയിച്ച് വേദനിപ്പിക്കുന്നത് എന്ന് തോന്നും. നമുക്ക് പല സന്ദർഭങ്ങളിലും തോന്നുന്ന ഒരു കാര്യമാണ്. നമുക്ക് എത്ര വിഷമങ്ങളുണ്ടെങ്കിലും നമ്മൾ എത്ര സ്നേഹിക്കുന്ന ഭഗവാനാണെങ്കിലും നമുക്ക് ആ ഒരു നിമിഷം ഭഗവാനോട് ദേഷ്യം തോന്നും. ഞാൻ എത്രയും പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥന എന്താ കേൾക്കാത്തത് എന്ന് നമുക്ക് തോന്നിപ്പോകും. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. എത്ര പ്രാവശ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാലും ആഗ്രഹങ്ങളും വേദനകളും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനെല്ലാം ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരുനിലപ്പെടുത്തണം. നമ്മുടെ മനസ്സിനെ ഒരുനിലപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആരുടെ സഹായം ആവശ്യമാണ്? ഭഗവാന്റെ സഹായം ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ദേഷ്യത്തോടു കൂടിയാണെങ്കിലും സങ്കടത്തോടു കൂടിയാണെങ്കിലും ഭഗവാനോട് ചോദിക്കുന്ന സമയത്ത് ഭഗവാൻ അതിന് നമുക്ക് പല രീതിയിൽ ഉത്തരം തരുന്നതായിരിക്കും. ചില സന്ദർഭങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും, മറ്റു ചില സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല.
പല ഉത്തരങ്ങൾ നമ്മുടെ മുൻപിലൂടെ പോയിട്ടുണ്ടാകും, കടന്നു പോയിട്ടുണ്ടാകും. നമുക്കതൊന്നും തന്നെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നു കരുതി നമ്മളതെല്ലാം ഭഗവാൻ നമ്മൾ ഉപേക്ഷിക്കുമെന്നല്ല അർത്ഥം. നമുക്ക് വീണ്ടും വീണ്ടും ഭഗവാൻ ഓരോ ചാൻസ് കൊണ്ട് തരുന്നുണ്ടാകും. അത് നമ്മൾ വിശ്വാസത്തോടെ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ശരിയേത് തെറ്റേത് എന്ന് ഭഗവാൻ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടെത്തിക്കും. ആ ശരിയെ തിരഞ്ഞെടുക്കുവാനും ഭഗവാൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അങ്ങനെ 1000 വേദനകൾ ഉണ്ടെങ്കിലും ഓരോ വേദനകളായിട്ടും ഭഗവാൻ തീർത്തു തരുമെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ നാളെ മറക്കാതെ ഞാനിവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും 24 മണിക്കൂറിനകം നല്ല റിസൾട്ട് നിങ്ങളെ തേടി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, അതുപോലെ തന്നെ താന്ത്രികങ്ങൾ, വഴിപാടു രീതികൾ, തിരുനാമങ്ങൾ, തിരുകഥകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.